സ്റ്റുഡൻസ് ഡീറ്റെയിൽ ഓൺലൈൻ ട്രെയിനിങ്ങിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് പ്രൊജക്ഷൻസ് ഓഫ് സോളിഡ്സ്. പ്രൊജക്ഷൻസ് ഓഫ് സോളിഡ്സിലെ ഫസ്റ്റ് ടോപ്പിക് എന്താണ് ഒരു സോളിഡ് എന്നാണ്. എ സോളിഡ് ഈസ് എ 3-dimensional object having length, breadth and thickness. It is completely bounded by a surface or a surface which may be curved or plane. ഒരു സോളിഡ് എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷൻസ് കാണും. ആ 3 ഡയമെൻഷൻസ് ആണ് ലെങ്ത്, ബ്രെഡ്ത്ത്, തിക്നെസ്. ഇത് ഒരു സോളിഡ് ഏതെങ്കിലും ഒരു സർഫസിലായിരിക്കും ബൗണ്ട് ചെയ്തിരിക്കുന്നത്. ആ സർഫസ് കർവ്ഡോ അല്ലെങ്കിൽ പ്ലെയിനോ ആയിരിക്കും. The shape of the solid is described by drawing its two orthographic views, usually on the two principal planes, that is HP and VP. ഈ ഒരു സെൻറ്റൻസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ലൈഡ് നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നതായിരിക്കും. ഈ സ്ലൈഡിൽ സോളിഡിനെ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഗ്രൂപ്പ് എയിലെ സോളിഡ് എന്ന് പറഞ്ഞാൽ സോളിഡ് ഹാവിങ് ടോപ്പ് ആൻഡ് ബേസ് ഓഫ് സെയിം ഷേപ്പ്. സോളിഡിൻ്റെ ബേസും ടോപ്പും ഒരേ ഷേപ്പിലായിരിക്കും. അങ്ങനെ ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു സോളിഡാണ് സിലിണ്ടർ. സിലിണ്ടറിൽ നിന്ന് ജനറേറ്റ് ആയിട്ടുള്ള സോളിഡാണ് പ്രിസം. പ്രിസംസിൽ നിന്ന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രിസംസ് ആണ് ട്രയാങ്കുലർ പ്രിസം, സ്ക്വയർ പ്രിസം, പെൻറ്റഗണൽ പ്രിസം, ഹെക്സഗണൽ പ്രിസം. ഗ്രൂപ്പ് ബിയിൽ solid having a base of some shape and just a point as a top called apex. ഈ ഗ്രൂപ്പ് ബിയിലെ സോളിഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസ് എന്തെങ്കിലും ഒരു ഷേപ്പ് ആയിരിക്കും, ടോപ്പ് ഒരു എപ്പെക്സും ആയിരിക്കും. അങ്ങനെയുള്ള ഒരു സോളിഡാണ് കോണ്. കോണിൽ നിന്ന് ജനറേറ്റ് ആയിട്ടുള്ളതാണ് പിരമിഡ്സ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പിരമിഡ്സ് ആണ് ട്രയാങ്കുലർ പിരമിഡ്, സ്ക്വയർ പിരമിഡ്, പെൻറ്റഗണൽ പിരമിഡ്, ഹെക്സഗണൽ പിരമിഡ്. ക്യൂബ്, എ സോളിഡ് ഹാവിങ് 6 സ്ക്വയർ ഫേസസ്. 6 സ്ക്വയർ ഫേസസ് ഉള്ള ഒരു സോളിഡാണ് ക്യൂബ് എന്ന് പറയുന്നത്. ടെട്രാഹൈഡ്രൻ എന്ന് പറഞ്ഞാൽ എ സോളിഡ് ഹാവിങ് 4 ട്രയാങ്കുലർ ഫേസസ്. 4 ട്രയാങ്കുലർ ഫേസസ് ഉള്ള ഒരു സോളിഡിന് പറയുന്നതാണ് ടെട്രാഹൈഡ്രൻ. ഇനി എ സോളിഡ് ഡയമെൻഷണൽ പാരാമീറ്റേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് സോളിഡ്സ്. ഈ സ്ലൈഡിൽ ഒരു സോളിഡിൻ്റെ ഡയമെൻഷണൽ പാരാമീറ്റേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് സോളിഡ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ പ്രിസമാണ്. സ്ക്വയർ പ്രിസം നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പും ബേസും സ്ക്വയർ ആയിരിക്കും. അതേപോലെ സൈഡ് എഡ്ജസ് എന്ന് പറയുന്ന സൈഡ്സ് എല്ലാം ഒരു റെക്ടാങ്കുലർ ഫേസസ് ആയിരിക്കും. 4 റെക്ടാങ്കുലർ ഫേസസ് ആയിരിക്കും ഇതിന് ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ക്വയർ പിരമിഡ് ആണ്. സ്ക്വയർ പിരമിഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് സ്ക്വയർ ആയിരിക്കും. അതിൽ നിന്ന് 4 സൈഡ്സ് സ്ലാൻഡിങ് എഡ്ജസ് ആണ്. അത് ജനറേറ്റ് ചെയ്ത് ടോപ്പിൽ മീറ്റ് ചെയ്യുമ്പം ഒരു എപ്പെക്സ് ആണ് അവിടെ ഫോം ചെയ്തിരിക്കുന്നത്. എപ്പെക്സ് എന്ന് പറയുന്നത് ആ പോയിന്റിനെയാണ്, മുകളിലെ ടോപ്പ് പോയിന്റിനെയാണ് പറയുന്നത്. ഇനി സ്ക്വയർ പ്രിസം ജനറേറ്റ് ആയിരിക്കുന്നത് സിലിണ്ടറിൽ നിന്നാണ്. സ്ക്വയർ പിരമിഡ് ജനറേറ്റ് ആയിരിക്കുന്നത് കോണിൽ നിന്നാണ്. ഇനി സിലിണ്ടറും കോണും നോക്കിക്കഴിഞ്ഞാൽ സിലിണ്ടറിൻ്റെ ടോപ്പും ബേസും ഒരേ സർക്കിൾ ഷേപ്പിലാണ്, ഡെഫിനിറ്റ് ഷേപ്പിലാണ്. അതിൻ്റെ സൈഡ്സ് എന്ന് പറയുന്നത് ജനറേറ്റേഴ്സ് എന്നാണ് അതിനെ പറയുന്നത്. ജനറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാജിനറി ലൈൻ ജനറേറ്റിംഗ് കർവ്ഡ് സർഫസ് ഓഫ് സിലിണ്ടർ. അതേപോലെ കോൺ നോക്കിക്കഴിഞ്ഞാൽ കോണിൻ്റെ ബേസ് ഒരു സർക്കിളാണ്, അറ്റ് ദ ടോപ്പ് ഒരു എപ്പെക്സ് ആണ്. അതിനെ സൈഡ് എഡ്ജസിനെ പറയുന്നത്, സൈഡ് എഡ്ജസിലുള്ള ആ ഇമാജിനറി ലൈന് പറയുന്നത് ജനറേറ്റേഴ്സ് എന്നാണ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് സോളിഡ്സ് ഓഫ് റെവല്യൂഷൻ. സോളിഡ്സ് ഓഫ് റെവല്യൂഷനകത്ത് വരുന്നതാണ് സ്പിയർ, സിലിണ്ടർ, കോൺ, ക്യൂബ്, പ്രിസം, പിരമിഡ്സ്. ഇനി ഈ സ്ലൈഡിലാണ് നമ്മൾ എന്താണ് സോളിഡ്സ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. വെൻ സം ഓഫ് ദ പ്ലെയിൻ ഫിഗേഴ്സ് ആർ revolved about one of their sides, solids of revolution is generated. ഏതെങ്കിലും ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഫിഗർ, ആ ഫിഗർ റിവോൾവ് ചെയ്യുമ്പം ഏതെങ്കിലും സൈഡിലേക്ക് അത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും സോളിഡ്സ് ഓഫ് റെവല്യൂഷൻ ആണ് അവിടെ ജനറേറ്റ് ആവുന്നത്. അതിന് കറക്റ്റായിട്ടുള്ള ഒരു എക്സാമ്പിൾ സിലിണ്ടർ എടുത്ത് നോക്കാം. സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെക്ടാങ്കിൾ റിവോൾവ് ചെയ്ത് അതിൻ്റെ വൺ ഓഫ് ഇറ്റ് സൈഡിലേക്ക് the other parallel side generates a cylinder. എന്ന് പറഞ്ഞാൽ ഒരു സിലിണ്ടർ
ക്രിയേറ്റ് ആവുന്നത് റെക്ടാങ്കിളിൽ നിന്നാണ്. ആ റെക്ടാങ്കിൾ റിവോൾവ് ആയി കഴിയുമ്പോഴത്തേക്കും, ഒരു പോയിന്റിൽ നിന്ന് റിവോൾവ് ആയി കഴിയുമ്പോഴത്തേക്കുമാണ് അത് റിവോൾവ് ആയി ക്രിയേറ്റ് ആവുന്നത് സിലിണ്ടർ ആയിട്ടാണ്. ഇനി ഒരു കോൺ നോക്കിക്കഴിഞ്ഞാൽ, when a right triangle is revolved above one of its sides, the hypotenuse of the right triangle generates a cone. കോൺ ആണെങ്കിൽ ഒരു റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും റിവോൾവ് ആകുന്നത്. റൈറ്റ് ട്രയാങ്കിൾ റിവോൾവ് അബൌട്ട് വൺ ഓഫ് ഇറ്റ് സൈഡ്, ഹൈപ്പോട്ടന്യൂസ് ഓഫ് ദ റൈറ്റ് ട്രയാങ്കിൾ ജനറേറ്റർ. ആ റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും ജനറേറ്റ് ആയി കോൺ ക്രിയേറ്റ് ആകുന്നത്. ഇനി അടുത്ത സ്പിയർ നോക്കിക്കഴിഞ്ഞാൽ, when a semicircle is revolved above one of its diameter, a sphere is generated. സ്പിയർ ജനറേറ്റ് ആകുന്നത് സെമി സർക്കിളിൽ നിന്നായിരിക്കും. ദാറ്റ് മീൻസ് സിലിണ്ടർ ക്രിയേറ്റ് ആവുന്നത് റെക്ടാങ്കിൾ റൊട്ടേറ്റ് ചെയ്ത് റിവോൾവ് ആയി കഴിഞ്ഞിട്ട്, റിവോൾവിൽ നിന്നായിരിക്കും സിലിണ്ടർ ക്രിയേറ്റ് ആവുന്നത്. കോൺ ഒരു റൈറ്റ് ട്രയാങ്കിൾ റിവോൾവ് ആയാണ് ക്രിയേറ്റ് ആവുന്നത്. സ്പിയർ എന്ന് പറയുന്നത് ഒരു സെമി സർക്കിൾ റിവോൾവ് ആയാണ് ക്രിയേറ്റ് ആവുന്നത്. ഈ സ്ലൈഡിൽ പ്രൊജക്ഷൻസ് ഓഫ് ലൈൻസ്, പ്ലെയിൻസ് ആൻഡ് സോളിഡ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ, മാക്സിമം എത്ര പോയിന്റ്സും ആകാം, മിനിമം 2 പോയിന്റ്സ് ഉള്ള ഒരു ഒബ്ജക്റ്റിനെ പറയുന്നതാണ് ലൈൻസ്. ലൈൻസ് കൺസിസ്റ്റ് ഓഫ് 2 പോയിന്റ്സ്. പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 3 പോയിന്റ് എങ്കിലും കാണണം, മാക്സിമം മോർ പോയിന്റ്സ് ദാൻ 3. Solids consist of more than 3 points. Therefore, in order to project lines, planes and solids, we need to project their corresponding points and join them. കറസ്പോണ്ടിങ് പോയിന്റ്സ് കിട്ടുന്നതിനെ ജോയിൻ ചെയ്യുമ്പോൾ അതൊരു ലൈൻ ആകാം, അല്ലെങ്കിൽ പ്ലെയിൻ ആകാം, സോളിഡ് ആകാം. ഈ സ്ലൈഡിൽ അതുപോലെ കറസ്പോണ്ടിങ് പോയിന്റ്സിനെ ജോയിൻ ചെയ്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോളിഡ്സിനെ പറ്റിയാണ് പറയുന്നത്. പ്രൊജക്ഷൻസ് ഓഫ് സോളിഡ്സിൽ സിലിണ്ടർ, കോണ്, ക്യൂബ്, പിരമിഡ്, പ്രിസം, ടെട്രാഹൈഡ്രൻ. ഫസ്റ്റ് വൺ, എന്താണ് ഒരു പ്രിസം എന്നുള്ളത്? ഞാൻ കഴിഞ്ഞ സ്ലൈഡിൽ പ്രിസത്തെ പറ്റി പറഞ്ഞായിരുന്നു. അതിൻ്റെ ഡെഫിനിഷൻ ആണ് ഈ സ്ലൈഡിൽ പറയുന്നത്. പ്രിസം എന്ന് പറഞ്ഞാൽ എ പോളിഹൈഡ്രൻ ഫോംഡ് ബൈ 2 ഈക്വൽ പാരലൽ റെഗുലർ പോളിഗൺ, എൻഡ് ഫേസസ് കണക്റ്റഡ് ബൈ സൈഡ് ഫേസസ് വിച്ച് ആർ ഐദർ റെക്ടാങ്കിൾ ഓർ പാരലോഗ്രാം. ഒരു പ്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിറ്റ് ഷേപ്പ് ആയിരിക്കും ബേസിലും ടോപ്പിലും. സൈഡ് എഡ്ജസ് എന്ന് പറയുന്നത് റെക്ടാങ്കിളോ അല്ലെങ്കിൽ പാരലോഗ്രാമോ ആയിരിക്കും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രിസം ആണ് താഴെ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ, സ്ക്വയർ പ്രിസം. ഒരു സ്ക്വയർ പ്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ സ്ക്വയർ ആയിരിക്കും, മുകളിലും സ്ക്വയർ ആയിരിക്കും. 4 സൈഡ് എഡ്ജസ് ആയിരിക്കും ഉള്ളത്. ആ 4 സൈഡ് എഡ്ജസും റെക്ടാങ്കിൾ ഷേപ്പിലാണ് ഇരിക്കുന്നത്. നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ പെൻറ്റഗണൽ പ്രിസം. പെൻറ്റഗണൽ പ്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെയും മുകളിലും പെൻറ്റഗൺ ഷേപ്പ് തന്നെയാണ്. സൈഡ് എഡ്ജസ് 5 എണ്ണം കാണും. ആ 5 എണ്ണം റെക്ടാങ്കിൾ ആയിരിക്കും. അടുത്തത് ഹെക്സഗണൽ പ്രിസം. ഹെക്സഗണൽ പ്രിസം വന്ന് നോക്കിയാൽ അതിൻ്റെ ബേസും ടോപ്പും ഹെക്സഗണൽ ഷേപ്പ് ആയിരിക്കും. 6 ഷേപ്പ് ഉള്ള ഒരു ഒബ്ജക്റ്റിനെയാണ് ഹെക്സഗൺ എന്ന് പറയുന്നത്. അതിൻ്റെ താഴെ മുകളിലും ഹെക്സഗൺ ആയിരിക്കും. സൈഡ് എഡ്ജസ് 6 എണ്ണം ഉണ്ടായിരിക്കും. ആ 6 എണ്ണം റെക്ടാങ്കിൾ ആയിരിക്കും. ഈ സ്ലൈഡിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രിസംസ് ആണ് കാണിച്ചിരിക്കുന്നത്. എന്താണ് പ്രിസം? പ്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെഫിനിറ്റ് ഷേപ്പ് കാണും ബേസിൽ, പക്ഷേ ടോപ്പ് എൻഡിൽ ഒരു പോയിന്റേ കാണത്തുള്ളൂ. താഴെ ബേസിൽ നിന്ന് ജനറേറ്റ് ആകുന്ന സ്ലാൻഡിങ് എഡ്ജസ്, ബേസിൽ നിന്ന് ജനറേറ്റ് ആകുന്ന പോയിന്റ്സ് മുകളിലേക്ക് ജനറേറ്റ് ആയി എൻഡ് ചെയ്യുന്നത് ഒരു എപ്പെക്സിലായിരിക്കും. ഇതിൽ ഫസ്റ്റ് വൺ ട്രയാങ്കുലർ പിരമിഡ് ആണ്. ട്രയാങ്കുലർ പിരമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ട്രയാങ്കിൾ ഷേപ്പിലാണ്. അതിൽ നിന്ന് 3 എഡ്ജസ്, സൈഡ് എഡ്ജസ് ജനറേറ്റ് ആവുന്നുണ്ട്, മീറ്റിംഗ് അറ്റ് ദ ടോപ്പ് അറ്റ് എൻ എപ്പെക്സ്. സ്ക്വയർ പിരമിഡ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ബേസും സ്ക്വയർ ആണ്. 4 സൈഡ് എഡ്ജസ് ആണ് ജനറേറ്റ് ആവുന്നത്. ആ 4 സൈഡ് എഡ്ജസ് ജനറേറ്റ് ആയി ടോപ്പിൽ മീറ്റ് ചെയ്യുന്നത് എപ്പെക്സിലാണ്. റെക്ടാങ്കുലർ പിരമിഡും റെക്ടാങ്കിൾ ഷേപ്പ് ആയിരിക്കും ബേസ്. 4 സൈഡ് എഡ്ജസ് ജനറേറ്റ് ആയി മീറ്റിംഗ് അറ്റ് ദ ടോപ്പ് എപ്പെക്സ്. പെൻറ്റഗണൽ പിരമിഡ് ബേസ് പെൻറ്റഗണൽ ആയിരിക്കും. 5 സൈഡ്സ് ഉള്ള ഒരു ഷേപ്പാണ് പെൻറ്റഗൺ. പെൻറ്റഗണൽ ആയിരിക്കും ബേസ്.
അതിൽ നിന്ന് ജനറേറ്റ് ആവുന്നത് 5 സൈഡ് സ്ലാൻഡിങ് സൈഡ്സ് ആയിരിക്കും മീറ്റിംഗ് അറ്റ് ദ ടോപ്പ് എപ്പെക്സ്. ഇതേപോലെ തന്നെ ഹെക്സഗണൽ പിരമിഡ് 6 സൈഡ്സ് ആയിരിക്കും ബേസിൽ വരുന്നത്. 6 സൈഡ്സ് ഉള്ള ഒരു ഷേപ്പാണ് ബേസിൽ വരുന്നത്. അതിൽ നിന്ന് 6 സ്ലാൻഡിങ് എഡ്ജസ് സൈഡ് എഡ്ജസ് ആയിരിക്കും ജനറേറ്റ് ആവുന്ന മീറ്റിംഗ് അറ്റ് ദ എപ്പെക്സ് അറ്റ് ദ ടോപ്പ് എപ്പെക്സ്. Next topic, development of surface. Imagine that a solid is enclosed in a wrapper of thin material such as paper. If this covering is opened up out and laid on flat plane, the flattened out paper is development of surface. Imagine ചെയ്യുക ഒരു സോളിഡ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഒരു പേപ്പറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിൻ മെറ്റീരിയലില് കവർ ചെയ്ത് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് ആ പൊതിഞ്ഞ പേപ്പർ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഒരു ഫ്ലാറ്റ് സർഫസിൽ പ്ലേസ് ചെയ്യുവാണെങ്കിൽ ആ ഫ്ലാറ്റേൺഡ് ഔട്ട് ഷേപ്പ് ആ പേപ്പറിൽ ആ സോളിഡിന്റെ ഷേപ്പ് നമുക്ക് കാണാൻ പറ്റും. ആ ഫ്ലാറ്റേൺഡ് ഔട്ട് പേപ്പറിനെയാണ് ഡെവലപ്മെന്റ് ഓഫ് സർഫസ് എന്ന് പറയുന്നത്. മെത്തേഡ്സ് ഓഫ് ഡെവലപ്മെന്റ് രണ്ട് മെത്തേഡ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പാരലൽ മെത്തേഡാണ്. ഈ പാരലൽ മെത്തേഡിലാണ് സിലിണ്ടറും പ്രിസവും യൂസ് ചെയ്യുന്നത്. റേഡിയൽ മെത്തേഡാണ് നെക്സ്റ്റ്. റേഡിയൽ മെത്തേഡിനകത്താണ് കോണ പിരമിഡ് ഷേപ്പ് വരുന്നത്. ഇനി ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പ്ലെയിൻസ്. ഇതെന്ന് പറഞ്ഞാൽ പ്ലെയിൻസിനെ തന്നെ ഡിഫറെന്റ് തരത്തിൽ നമുക്ക് പ്ലെയിൻസിനെ സെറ്റ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ പ്ലെയിൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലൽ ടു എച്ച് പി ആയിരിക്കും. ഹൊറിസോണ്ടൽ ആയിട്ട് പാരലൽ ആയിട്ട് എച്ച് പിയിലേക്കും പെർപെൻഡിക്കുലർ ടു ബി പി വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് പെർപെൻഡിക്കുലറും ആയിരിക്കും. അടുത്തത് വരുന്നത് ഓക്സിലറി പ്ലെയിൻ ആണ്. പെർപെൻഡിക്കുലർ ടു എച്ച് പി ആൻഡ് ഇൻക്ലൈൻഡ് ടു ബി പി. ഈ സ്ലൈഡിൽ പ്ലെയിൻസ് ഡിഫറെൻ്റ് ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നതാണ്. ഫസ്റ്റ് വൺ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഹൊറിസോണ്ടൽ പ്ലെയിൻ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ ആകണമെങ്കിൽ അത് പാരലൽ ടു എച്ച് പിയും ആയിരിക്കും, പെർപെൻഡിക്കുലർ ടു ബി പി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടലി പാരലലും ആയിരിക്കും, പെർപെൻഡിക്കുലർ ടു വെർട്ടിക്കൽ പ്ലെയിനിന് പെർപെൻഡിക്കുലറും ആയിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓക്സിലറി പ്ലെയിൻ. ഓക്സിലറി പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ടു ബി പി ആൻഡ് ഇൻക്ലൈൻഡ് ടു എച്ച് പി. ഈ ഓക്സിലറി പ്ലെയിൻ നോക്കിക്കഴിഞ്ഞാലും ഹൊറിസോണ്ടൽ പ്ലെയിൻ നോക്കിക്കഴിഞ്ഞാലും ബി പി പെർപെൻഡിക്കുലർ തന്നെ ആയിരിക്കും, എച്ച് പി ആണ് ഇവിടെ ഇൻക്ലൈൻഡ് ആകുന്നത്. ഇനി നെക്സ്റ്റ് ഇതിനകത്ത് വേർട്ടിക്കൽ പ്ലെയിൻ. വേർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ബി പിയിലേക്ക് പാരലലും പെർപെൻഡിക്കുലർ ടു എച്ച് പിയും ആയിരിക്കും, എച്ച് പിക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇനി ഓക്സിലറി വെർട്ടിക്കൽ പ്ലെയിൻ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്ലെയിനിൽ എച്ച് പി തന്നെ പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ നിൽക്കുവാണ്, ബി പിയിലായിരിക്കും ഇൻക്ലൈൻഡ് ആകുന്നത്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ രണ്ടെണ്ണത്തിനകത്തും എച്ച് പി ആണ് ചേഞ്ച് ആവുന്നത്, ബി പി പെർപെൻഡിക്കുലർ ആണ്. നാലാമത്തെയും അഞ്ചാമത്തേതിനകത്തും ബി പി ആണ് ചേഞ്ച് ആവുന്നത്, ബി പിയുടെ പൊസിഷൻ ആണ് ചേഞ്ച് ആവുന്നത്, എച്ച് പി സ്റ്റിൽ പെർപെൻഡിക്കുലർ തന്നെ ആയിരിക്കും. ഇത് റെസ്റ്റിംഗ് കണ്ടീഷൻ ഓഫ് എ സോളിഡ്. അതിൽ ഫസ്റ്റ് എക്സാമ്പിൾ സിലിണ്ടർ റെസ്റ്റിംഗ് ഓൺ എച്ച് പി. ഒരു സിലിണ്ടർ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അതിനെ ഒരു റെക്ടാങ്കിൾ ആയിട്ടായിരിക്കും കാണുന്നത്, മുകളിൽ നിന്ന് നോക്കുമ്പോൾ അതൊരു സർക്കിൾ ആയിട്ടായിരിക്കും കാണുന്നത്. ഒരു സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ അതിന്റെ ബേസും ടോപ്പും സർക്കുലർ ഷേപ്പ് ആയിരിക്കും. സോ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു സർക്കിൾ ആയിട്ടായിരിക്കും കാണുന്നത്. സെയിം സിലിണ്ടർ റെസ്റ്റിംഗ് ഓൺ വി പി. അതേ സിലിണ്ടറിനെ നമ്മൾ വി പിയിൽ പ്ലേസ് ചെയ്യുവാണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ അതൊരു സർക്കിൾ ആയിട്ടും മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു റെക്ടാങ്കിൾ ഷേപ്പും ആയിരിക്കും നമുക്ക് കാണുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ സ്ക്വയർ പ്രിസം റെസ്റ്റിംഗ് ഓൺ എച്ച് പി. ഒരു സ്ക്വയർ പ്രിസം ആണ് റെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ റെക്ടാങ്കുലർ ഷേപ്പും മുകളിൽ നിന്ന് നോക്കുമ്പോൾ സ്ക്വയർ ഷേപ്പിലും ആയിരിക്കും കാണുന്നത്. ഇറ്റ്സ് ഫ്രണ്ട് വ്യൂ വിൽ ബി റെക്ടാങ്കിൾ ആൻഡ് ദ ടോപ്പ് വ്യൂ വിൽ ബി സ്ക്വയർ. ഒരു സ്ക്വയർ പിരമിഡ് ആണ് റെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എച്ച് പിയിൽ അതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ട്രയാങ്കിൾ ഷേപ്പും ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ സ്ക്വയറുമായിരിക്കും.
Its front view will be triangle and the top view will be a square. നേരത്തെ പറഞ്ഞ സ്ലൈഡിലെ കാര്യം തന്നെയാണ്. ഇതിൽ ഒരു ഒബ്ജക്റ്റ് HP സർഫസിൽ പ്ലേസ് ചെയ്തിരിക്കുന്നതാണ് ആദ്യത്തെ 3 ഫിഗർ. രണ്ടാമത്തെ 3 ഫിഗർ എന്ന് പറഞ്ഞാൽ VPയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നതാണ് അതേ സെയിം ഒബ്ജക്റ്റിനെ. അപ്പോൾ ഫസ്റ്റിൽ ആദ്യത്തെ ഫിഗറിനകത്ത് ഒബ്ജക്റ്റ് സ്റ്റാൻഡിങ് ഓൺ HP ആണ്. HPയിൽ അത് സ്റ്റാൻഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അത് ഒബ്ജക്റ്റ് സ്റ്റാൻഡ് ചെയ്യുമ്പം VPയിൽ അത് പാരലൽ ആയിരിക്കും. അതേ ഒബ്ജക്റ്റിനെ ചെറുതായിട്ടൊന്ന് ചരിച്ചു ഒന്ന് ഇൻക്ലൈൻഡ് ചെയ്യുമ്പോഴും അത് VPയിൽ പാരലലാണ്. HPയിൽ മാത്രമേ ചേഞ്ച് വന്നിട്ടുള്ളൂ. അതേ ഒബ്ജക്റ്റിനെ ആ HPയിൽ ലേ കിടത്തിയിരിക്കുമ്പോഴും അത് HPയിലെ ചേഞ്ച് വന്നിട്ടുള്ളൂ. VPയിൽ അത് പിന്നെയും പാരലൽ തന്നെ ആയിരിക്കും. രണ്ടാമത്തെ കണ്ടീഷൻസ് വരുന്നത് ആ ഒബ്ജക്റ്റ് വെർട്ടിക്കൽ പ്ലെയിനിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അത് വെർട്ടിക്കൽ പ്ലെയിനിൽ പ്ലേസ് ചെയ്യുമ്പം ഹൊറിസോണ്ടൽ പ്ലെയിനിൽ അത് പാരലൽ ആയിരിക്കും. റെസ്റ്റിംഗ് ഓൺ VP എന്നുള്ള പൊസിഷൻ വരുമ്പം VPയിൽ അത് ജസ്റ്റ് ഒന്ന് സ്ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അതിനെ ഒന്ന് ചരിക്കുമ്പോഴത്തേക്കും VPയിലാണ് ചേഞ്ച് വരുന്നത്, ഇൻക്ലൈൻഡ് ആവുന്ന ആ സമയത്ത് HPയിൽ അത് പാരലൽ ആയിരിക്കും. ലാസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അത് VPയിൽ ലേ ചെയ്യുവാണ്. VPയിൽ അത് ലേ ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി പാരലൽ ടു HP. ഈ ലാസ്റ്റിലത്തെ 3 കണ്ടീഷനിലും HPയിൽ അത് പാരലൽ ആയിരിക്കും. അടുത്ത ടോപ്പിക് ഡെവലപ്മെന്റ് ഓഫ് ഷേപ്സ്. നമ്മൾ ഡെവലപ്മെന്റ് ഓഫ് സർഫസ് പറഞ്ഞു. ഒരു പേപ്പറിൽ ഒരു ഒബ്ജക്റ്റിനെ ചുറ്റി വെച്ചു. അതിനെ ഞാൻ ആ പേപ്പർ തുറന്നപ്പോൾ ഫ്ലാറ്റൻഡ് സർഫസിൽ വെക്കുമ്പോൾ എങ്ങനെയാണ് കാണുന്നത്, ആ ഷേപ്പിൻ്റേത് ആ ചുരുങ്ങിയ ഭാഗം നമുക്ക് നന്നായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. എങ്ങനെയാണ് ആ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എന്നുള്ളത് ആ പേപ്പർ നിവർത്തി വെക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇതേ സംഭവമാണ് ഇപ്പം ഒരു പ്രിസത്തിനകത്ത് നമ്മൾ ഒരു പേപ്പർ ഫോൾഡ് ചെയ്ത് വെച്ച പേപ്പർ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. ആ ഫിഗർ 2 പോലെ ആയിരിക്കും കാണുന്നത്. ഇതിൽ ഡെവലപ്മെന്റ് ഓഫ് സ്ക്വയർ പിരമിഡാണ്. ഒരു സ്ക്വയർ പിരമിഡിനെ നമ്മൾ പേപ്പറിൽ കൊണ്ട് ഫോൾഡ് ചെയ്ത് വെച്ചതിനെ നൂർത്ത് വെക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. എന്താണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്നുള്ളത്? അതൊരു ടെക്നിക്കാണ്. ശരിക്കും പറഞ്ഞാൽ പല വ്യൂസിനെയും ഡിഫറെൻ്റ് ആയിട്ട് പ്രൊജക്റ്റ് ചെയ്ത് പല പ്ലെയിൻസ്, ഇപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഉണ്ട്, വെർട്ടിക്കൽ പ്ലെയിൻ ഉണ്ട്, ഓക്സിലറി പ്ലെയിൻ ഉണ്ട്. പല പ്ലെയിനിൽ ഒബ്സർവിങ് ദ പെർപെൻഡിക്കുലർ ടു റെസ്പെക്റ്റീവ് റെഫറൻസ് പ്ലെയിൻ, അതിനെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള റെഫറൻസ് പ്ലെയിനിൽ നിന്ന് അതിനെ ഒബ്സർവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഈസ് എ ടെക്നിക്കൽ ഡ്രോയിങ് ഇൻ വിച്ച് ഡിഫറെന്റ് വ്യൂസ് ഓഫ് ആൻ ഒബ്ജക്റ്റ്, പല തരത്തിലുള്ള ഒരു ഒബ്ജക്റ്റിന്റെ വ്യൂ പ്രൊജക്റ്റഡ് ഓൺ ഡിഫറെന്റ് റെഫറൻസ് പ്ലെയിൻ, പല ഡിഫറെന്റ് പ്ലെയിനിൽ അതിനെ പ്രൊജക്റ്റ് ചെയ്യുന്നു. ഡിഫറെന്റ് റെഫറൻസ് പ്ലെയിൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആകാം, വെർട്ടിക്കൽ പ്ലെയിൻ ആകാം. ഒബ്സർവിങ് പെർപെൻഡിക്കുലർ ടു ദ റെസ്പെക്റ്റീവ് റെഫറൻസ് പ്ലെയിൻ. ഡിഫറെന്റ് റെഫറൻസ് പ്ലെയിൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആകാം, വെർട്ടിക്കൽ പ്ലെയിൻ ആകാം, പ്രൊഫൈൽ പ്ലെയിൻ PP, സൈഡ് ഓർ പ്രൊഫൈൽ പ്ലെയിൻ. അതിന് സൈഡ് അല്ലെങ്കിൽ പ്രൊഫൈൽ പ്ലെയിൻ എന്നാണ് പറയുന്നത്. ഡിഫറെന്റ് വ്യൂസ്, പലതരത്തിലുള്ള വ്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്രണ്ട് വ്യൂവ്, ടോപ്പ് വ്യൂവ്, സൈഡ് വ്യൂവ്. ഇനി ടൈപ്സ് ഓഫ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. 2 തരത്തിലാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. 2 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രൊജക്ഷൻസ് ഉണ്ട് ഓർത്തോഗ്രാഫിക്കിനകത്ത്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനും തേർഡ് ആംഗിൾ പ്രൊജക്ഷനും. These are the 2 main types of orthographic drawing, also referred to as a working drawing. The difference between first and third angle projection is in the position of plan, front and side viewer. ഈ രണ്ടെണ്ണമാണ് 2 തരത്തിലുള്ള ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ്. ഇവരെ മെയിനായിട്ട് ഡിഫറൻറ്റ് ചെയ്യുന്നത് അവരുടെ പൊസിഷൻ ഓഫ് പ്ലാൻ, അവരുടെ പ്ലാൻ 2D പ്ലാനും അതേപോലെ അതിൻ്റെ ഫ്രണ്ടിലെയും സൈഡിലെയും വ്യൂസ് വെച്ചിട്ടാണ് ഈ 2 ആംഗിൾ പ്രൊജക്ഷനെ ഡിഫറൻറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പഴയൊരു ടെക്നിക്കാണ്. 3D മോഡലിംഗ്, 3D ഷേപ്പിലുള്ള ഒരു ഒബ്ജക്റ്റിനെ
2D ആയിട്ട് പേപ്പറിൽ വരയ്ക്കുന്ന ഒരു ടെക്നിക്കാണ്. ഇത് മെയിൻലി യൂറോപ്പിലും ഏഷ്യയിലും ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. So first angle projection is a method of creating a 2D drawing of a 3D object. It is mainly used in Europe and Asia. Not the symbol for first angle orthographic projection. This is important information for a person interpreting the drawing, because if you examine the diagram below, you will note that in first angle orthographic projection, ഈ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ്. ഇപ്പം ഞാൻ അടുത്ത സ്ലൈഡിൽ ഒരു ഫിഗർ കാണിക്കാം. ഈ ഫിഗറും ഈ എക്സ്പ്ലനേഷനും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ഫിഗറിനകത്ത് ദ വ്യൂസ് ഫ്രം ദ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ നോക്കിക്കഴിഞ്ഞാൽ മിഡിലായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ ലെഫ്റ്റിൽ നിന്നുള്ള വ്യൂ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റിലായിട്ടാണ് നമുക്ക് തോന്നുന്നത്. റൈറ്റിൽ നിന്നുള്ള വ്യൂ ആണെങ്കിൽ ലെഫ്റ്റിലുമായിരിക്കും. ദ വ്യൂ ഫ്രം മുകളിൽ നിന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ താഴെ ആയിരിക്കും കാണുന്നത്. താഴ്ഭാഗമാണെങ്കിൽ മുകളുമായിട്ട്. ദ വ്യൂ ഫ്രം ദ റെയർ ഈസ് ഓൺ ദ ഫാർ റൈറ്റ്. മെമ്മറി ടിപ്പ് ഈ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ഓർത്ത് വെക്കാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ഈസ് ഓപ്പോസിറ്റ് ടു ദ നമ്മുടെ വ്യൂ. അടുത്തത് വരുന്നത് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ. ദ പ്രൊജക്ഷൻസ് ഓഫ് ദ പോയിന്റ്സ് ആർ മെയ്ഡ് ഓൺ ടു 3 ഓഫ് ദ സർഫസ് ദാറ്റ് മേക്കപ്പ്. നമ്മൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ പറഞ്ഞപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ സത്യം പറഞ്ഞാൽ 3 വ്യൂസിന്റെ കാര്യം മാത്രം, 3 സർഫസിന്റെ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഒന്നെന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിന്, രണ്ടാമത്തെ ഫ്രോണ്ടൽ പ്ലെയിന്, ദെൻ മൂന്നാമത്തേത് പ്രൊഫൈൽ പ്ലെയിൻ. പ്രൊഫൈൽ പ്ലെയിൻ എന്ന് പറയുന്നതാണ് സൈഡ് പ്ലെയിൻ. അത് റൈറ്റ് സൈഡ് ഓർ ദ പ്രൊഫൈൽ പ്ലെയിൻ എന്നാണ് പറയുന്നത്. ഇതെന്ന് പറയുന്ന ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ആണ്. ഒരു ഫസ്റ്റ് ആംഗിൾ ഒരു ഫിഗർ ആണ് കാണിച്ചിരിക്കുന്നത്, ഒരു സ്റ്റെപ്പ് പോലുള്ള ഒരു ഫിഗർ. അതിന്റെ ഫ്രണ്ട് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് അത് നോക്കുമ്പോൾ നമ്മൾ ഇത്രയും ഭാഗമേ അതിൻ്റെത് കാണുന്നുള്ളൂ. FV സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്, SV എന്ന്. ടോപ്പ് മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഇത്രേ കാണുന്നുള്ളൂ. അതാണ് ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ അറ്റ് ഫ്രണ്ട് വ്യൂ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ. ഇത് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആണ്. തേർഡ് ആംഗിൾ പ്രൊജക്ഷന് ഒരു ഫിഗറിന്റെ തേർഡ് ആംഗിൾ വരുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അതിന്റെ ശരിക്കും പറഞ്ഞാൽ ടോപ്പിലെ വ്യൂ വരച്ചു, ടോപ്പിൽ നിന്ന് അത് ജനറേറ്റ് ആയി ഫ്രണ്ടിലേക്കുള്ള വ്യൂ നമ്മൾ വരയ്ക്കുന്നു. റൈറ്റ് സൈഡിലെ വ്യൂവും ടോപ്പിൽ നിന്നുള്ള വ്യൂവും കൂടെ ലൈൻസിനെ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്നത്. സോ ഇതിനകത്ത് ഉള്ള ടോപ്പിക്സ് ഞാൻ ജസ്റ്റ് ഒന്നുകൂടൊന്ന് പറയാം. നമ്മൾ ആദ്യമേ സോളിഡ്സ് ആണ് കവർ ചെയ്തത്. എന്താണ് സോളിഡ് എന്നാണ് ഈ സ്ലൈഡിൽ നോക്കിയത്. എത്ര ടൈപ്സ് ഓഫ് സോളിഡ്സ് ഉണ്ടെന്നുള്ളതാണ് നെക്സ്റ്റ് സ്ലൈഡിൽ. പിന്നെ ആ സോളിഡ്സിന്റെ ഡയമെൻഷണൽ പാരാമീറ്റേഴ്സ് ആണ് പറഞ്ഞത്. പിന്നെ എന്താണ് സോളിഡ്സ് ഓഫ് റെവല്യൂഷൻ എന്നാണ് ഈ 3 സ്ലൈഡിൽ പറയുന്നത്. ദെൻ പ്രൊജക്ഷൻസ് ഓഫ് ലൈൻ, എങ്ങനെയാണ് ഒരു ലൈൻ ക്രിയേറ്റ് ആകുന്നത്, പ്ലെയിൻ ക്രിയേറ്റ് ആകുന്നത്, അതേപോലെ തന്നെ ഒരു സോളിഡ്സ് ക്രിയേറ്റ് ആകുന്നത് എന്നാണ് നോക്കിയത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അങ്ങനെ ജനറേറ്റ് ആയി പ്രൊജക്ഷൻ ചെയ്ത സോളിഡ്സ് ആണ് ഇത്രയെണ്ണം. അതിൽ പ്രിസത്തിനെയും പിരമിഡിനെയുമാണ് ഞാൻ സെലക്ട് ചെയ്ത് ഡിഫൈൻ ചെയ്ത് കുറച്ച് കാര്യമായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. പിന്നെ പറയുന്നത് ഡെവലപ്മെന്റ് ഓഫ് സർഫസ്. എന്താണ് ഒരു ഡെവലപ്മെന്റ് ഓഫ് സർഫസ്, അതിൻ്റെ 2 മെത്തേഡ്സ്, അതേപോലെ തന്നെ എന്തൊക്കെയാണ് പ്ലെയിൻ വരുന്നത്, ബേസിക് ആയിട്ട് വരുന്ന 4 പ്ലെയിൻസ് എന്തൊക്കെയാണ്. അതേപോലെ അങ്ങനെ പ്ലെയിൻസിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ ഞാൻ പല പ്ലെയിൻസിൽ പ്ലേസ് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ അതിനെ കാണുന്നത് എന്നുള്ളത്, ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്, അതേപോലെ തന്നെ ടോപ്പിൽ നിന്ന് നോക്കുമ്പോഴും നമ്മൾ കാണുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തത്. പിന്നെ ഡെവലപ്മെന്റ് ഓഫ് സർഫസ് പറഞ്ഞതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഓഫ് ഷേപ്പ് ഒരു സ്ക്വയർ പ്രിസത്തിൽ വെക്കുമ്പോൾ എങ്ങനെയാണ് ഷേപ്പ് ഡെവലപ്മെന്റിന്റെ വരുന്നത്, അതേപോലെ തന്നെ ഒരു സ്ക്വയർ പിരമിഡും. പിന്നെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ, പലതരത്തിലുള്ള പ്രൊജക്ഷൻസ് ഉണ്ട്. അതിലെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ വരുമ്പോൾ എന്തൊക്കെ വ്യൂസ് ആണ് നമ്മൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനകത്ത് കാണുന്നത്, എന്തൊക്കെ പ്ലെയിൻസ് ആണ് കാണുന്നത്, അതേപോലെ തന്നെ എത്ര ടൈപ്സ് ഓഫ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഉണ്ട്, ഫസ്റ്റ് ആംഗിളും തേർഡ് ആംഗിളും. ഫസ്റ്റ് ആംഗിളിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഈ സ്ലൈഡിൽ. ഒരു വ്യൂ എക്സാമ്പിൾ ഒരു ഫിഗർ കാണിച്ചു വെച്ചാൽ അതെങ്ങനെയായിരിക്കും വ്യൂ ചെയ്യുന്നത്. തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആണ് ഈ സ്ലൈഡിനകത്തുള്ളത്.
അതിൻ്റെ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ് ഈ രണ്ട് സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന്.